നിന്നെ ഒരിക്കലും മറന്നുപോകാത്ത ഏകനായ അല്ലാഹു, അതാണ് നിന്റെ ഏറ്റവും വലിയ ആശ്രയമെന്ന് തിരിച്ചറിയുക. നിന്റെ ബന്ധം നന്നാക്കുക. ഉടമസ്ഥനായ അല്ലാഹുവുമായിട്ടുള്ള നിന്റെ ബന്ധം നീ നന്നാക്കണം. കാരണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മിൽ നിന്നും കൊഴിഞ്ഞു തീരുകയാണ്. പുണ്യമായ റമദാനിലേക്ക് നാം ഓരോരുത്തരും അടുത്തുകൊണ്ടിരിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാനുള്ള വ്യഗ്രതയിൽ മുഅ്മിനുകളുടെ മനസ്സ് തുടികൊട്ടുകയാണ്. എപ്പോഴും ഒരു സത്യവിശ്വാസി അങ്ങനെയാണ്. അവൻ്റെ മനോമുഖരം എപ്പോഴും അല്ലാഹുവുമായിട്ട്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള സൽക്കർമ്മങ്ങളുടെ ഒരുപാട് പ്രവർത്തന മേഖലകളിലേക്ക് ചേക്കേറാനുള്ള മനസ്സിൻ്റെ തുടികൊട്ടൽ എപ്പോഴും അതങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും. മഹാന്മാരായ ആളുകളുടെ ജീവിതശൈലിയും അപ്രകാരം തന്നെയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധമായ റമദാൻ വരുന്നതിന് മുൻപായി തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ പരിശുദ്ധമായ റമദാനിലും പരിശുദ്ധമായ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യുകയും പുണ്യമായ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ അല്ലാ എന്ന് മനമുരുകി പ്രാർത്ഥിക്കാൻ ആദരവായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിനോട് നിർദ്ദേശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആ നിർദ്ദേശങ്ങൾ പുലരുകയാണ് പരിശുദ്ധമായ റമദാനിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ. നമ്മുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലം നാം ആസ്വദിക്കാൻ പോവുകയാണ് പരിശുദ്ധമായ റമദാനിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ. ഇവിടെ നന്മകൾ ചെയ്തതിൻ്റെ അനന്തരഫലം അനുഭവിക്കാനുള്ള ലോകമാണ് പാരത്രിക ലോകം. അതിനുവേണ്ടി അല്ലാഹു നമ്മുടെ മുന്നിൽ തയ്യാർ ചെയ്ത് തന്നിട്ടുള്ള ഒരുപാട് ഓഫറുകളുടെ ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ റജബ്, ശഅബാൻ, അതിൽ തുടർന്ന് വരുന്ന റമദാൻ എല്ലാം. റമദാനിന്റെ രാപ്പകലുകളെ, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ എൻ്റെ ജീവിതത്തിലെ അവസാന റമദാനാണ് എന്ന ബോധ്യത്തോടുകൂടെ ഓരോ ഇബാദത്തുകളെയും നാം ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ അതുകൊണ്ട് കഴിയും എന്നതിൽ യാതൊരു തർക്കവുമില്ല. മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇദാ അറത്ത അൻ തറ ദുനിയ ബഅദ മൗതക, നിന്റെ മരണശേഷം എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകമെന്ന് തിരിച്ചറിയാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യം ഫൻദുർ ഇലൈഹ, ആ ദുന്യവിയായ ജീവിതത്തിലേക്ക് നീ ഒന്ന് കണ്ണോടിച്ചു നോക്കണം. എങ്ങനെ? ബഅദ മൗതി ഗൈരിക, ഈ ലോകത്ത് എത്രയോ നിന്റെ സുഹൃത്ത് വലയങ്ങളിൽ, നിന്റെ കുടുംബമിത്രാദികളിൽ എത്രയോ ആളുകൾ ദൈനംദിനം മരണത്തിന് കീഴടങ്ങി പാരത്രികമായ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതം പറിച്ചു നടപ്പെടുമ്പോൾ എന്താണ് അവർക്ക് ശേഷം ഈ ദുനിയാവിൽ നീ കാണുന്നത് എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിന്റെ മരണശേഷവും അങ്ങനെ തന്നെയായിരിക്കും ഈ ലോകമെന്ന് നീ തിരിച്ചറിയുക. ഫൈദാ റഅയ്ത കൈഫ യൻസൽ അഹ്ബാബഹുമുൽ മൗത, നിന്റെ കൂട്ടുകാർ, നിന്റെ മരിച്ചുപോയ കൂട്ടുകാരെ എങ്ങനെയാണോ വിസ്മൃതിയിൽ ആണ്ടുപോയത്, അവർ മറന്നുപോയത് പ്രകാരമാണോ അപ്രകാരം തന്നെ വഹീനമാ സതകൂനു അലാ യഖീനിൻ ബിഅൻ ഉഹിബ്ബു അഹ്ബാബുക സയൻസാക ബഅദ മൗതിക, തീർച്ചയായും അത് തന്നെയാണ് ലോകത്ത് സംഭവിക്കാനുള്ളത്. നിന്റെ കൂട്ടുകാർ, നീ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരൻ, മരണപ്പെട്ട കൂട്ടുകാരനെ എപ്രകാരം നിന്റെ മറ്റു സുഹൃത്തുക്കൾ വിസ്മൃതിയിലായോ അപ്രകാരം തന്നെ ബാക്കിയുള്ള നിന്റെ മരണശേഷവും നിന്റെ കൂട്ടുകാരും നിന്നെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുന്ന ഒരു കാലം നിനക്ക് കാണാൻ കഴിയും. ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിനക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഫജഅൽ ഹയാതക കുല്ലുഹാ ലില്ലാഹ്, നിന്റെ ഭൗതികമായ ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാക്കുക. അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ഭൗതികമായ ജീവിതത്തിലെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കുക. കാരണം ഫൗവൽ വഹീദുല്ലദീ ലാ യൻസാക, നിന്നെ ഒരിക്കലും മറന്നുപോകാത്ത ഏകനായ അള്ളാഹു, അതാണ് നിന്റെ ഏറ്റവും വലിയ ആശ്രയമെന്ന് തിരിച്ചറിയുക.
വഹ്സന അലാഖതക, നിന്റെ ബന്ധം നന്നാക്കുക, മാ അല്ലാഹ്, ഉടമസ്ഥനായ അല്ലാഹുവുമായിട്ടുള്ള നിന്റെ ബന്ധം നീ നന്നാക്കണം. കാരണം ഖുൽ വഹീദുൽ ലദീ ലാ യഫ്നാ, ഒരിക്കലും നശിച്ചു പോകാത്ത എന്നും വിശേഷിക്കുന്നവനായ ഏകനായ അല്ലാഹു, ആ അല്ലാഹുവുമായിട്ടുള്ള നിന്റെ ബന്ധം നീ നന്നാക്കണമെന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം ഭൗതികമായ ജീവിതത്തിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളെ ബാക്കിയുള്ള ആളുകൾ മറന്നു പോകുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിക്കാനുള്ളത്. നീ മരിച്ചാലും നിനക്ക് ശേഷം വരുന്ന ആളുകൾ നിന്നെ മറന്ന് വിസ്മൃതിയിലായി പോകും. അതുകൊണ്ട് നിന്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടി ആക്കുക എന്നുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് ഓരോ മരണവും നമുക്ക് തരുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പാരത്രിക ലോകത്ത് അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ച സ്വർഗീയ ആരാമം നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളുടെ നല്ലൊരു അവസരമായി പരിശുദ്ധമായ റമദാനിനെ കണ്ട് വിലയിരുത്തി ആ രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. وتصفو الحياة بنور هدى جمال